അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ രാവിലത്തെ കാര്യങ്ങൾ കൂടിയാണുള്ളൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ പാത്രം കഴുകലും അലക്കലും കുളിക്കലും ഒക്കെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കാക്കകൾ, ഇവിടെ നല്ലോണം കാക്കകളുണ്ട്. ഇപ്പോൾ വീട്ടിലല്ലേ, അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മൾ പതിപോലെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തിരി ചോറുണ്ടായിരുന്നു കേട്ടോ, വേവ് കുറഞ്ഞ അരിയാണ്, നോമ്പായിട്ട് തന്നെ ബാക്കിയാണ്. അപ്പോൾ ഞാനത് കാക്കകൾക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. അവർ വിശന്നിട്ട്, പാവം കാക്കയുടെ കുഞ്ഞാണത്, വിശന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന്. അവർക്കും കാണില്ലേ വിശപ്പ്, അവരിലുണ്ട് സ്നേഹവും കുശുമ്പവും പാരവെപ്പും എല്ലാം. പാരവെപ്പിൻ്റെ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞാണത്, ഇവിടുന്ന് കോരിയിട്ട് കൊടുക്കണത്. വീണ്ടും ആൾ വന്നു, എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് വേണം, ഇവളെന്തോയാലും എന്നെ ചെയ്യുമോ. അത് അലക്കലിൻ്റെ മീതെ കയറി ഇരിപ്പാണ് കേട്ടോ. ഇവൾക്ക് എന്തായി, കാക്കൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാൻ വട്ടുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു ടെസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിച്ചത് ഇതാ എടുത്തുകൊണ്ട് പോകുന്നു. അതിൻ്റെ കുഞ്ഞിനത് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിക്കുന്നതും കൊടുക്കുന്നതും വായിലിട്ട് കൊടുക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഞാൻ അതൊക്കെ നോക്കി ആസ്വദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സാഡ് എന്ന് പറഞ്ഞാൽ സാഡാണ്. വിഷമഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് നമുക്കറിയാം. അവർക്കും ഭക്ഷണവും വെള്ളമൊക്കെ വേണ്ടേ, അവർക്ക് ഉണ്ടാക്കി കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഇത്തിരി ഉള്ളത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഞാനത് എടുത്ത് വെച്ച് ഒരിത്തിരി ചൂടാക്കി എടുത്തിട്ട് കാര്യമില്ല, അവർക്കും വേണ്ട. കണ്ടോ, അതിൻ്റെ കുഞ്ഞിനെ കൊണ്ടുകൊടുക്കുന്നത് കണ്ടോ, എന്തൊരു സന്തോഷമാണെന്നറിയാം അതൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ കോഴീനൊന്നും വളർത്തുന്നില്ല. എനിക്ക് കോഴീനെ വളർത്താനും പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അവരിലുണ്ട് സ്നേഹവും മക്കളും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അത് അതിൻ്റെ കുഞ്ഞിന്, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ആവാം, അല്ലെങ്കിൽ അതിന് കുഞ്ഞാവാം, ഭക്ഷണം കൊടുക്കുന്നത്. അവർ കൊണ്ടുപോയി കഴിക്കട്ടെ. അപ്പം ഞാനതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം കണ്ടപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് പിന്നെ ഒഴിച്ചില്ല, കൊണ്ടുപോയി കഴിക്കട്ടെ. നമുക്കത് കാണുമ്പോൾ അതൊരു സന്തോഷം. പാത്രം പിന്നെ ഞാനങ്ങനെ പഴയ ചോറ് കാര്യങ്ങളൊക്കെ ഒഴിച്ചേക്കുന്നൊരു പാത്രമാണ് കേട്ടോ. ഇനി അത് പറഞ്ഞിട്ട് ഓളാൻ വരണ്ട, കാക്ക എന്തൊക്കെ ജന്തുക്കളെ കൊത്തി പിടിക്കും. അപ്പോൾ അത് ഓട്ടേണ്ടത്. അപ്പോൾ വെള്ളവും ഭക്ഷണവും രണ്ടും ആയി അവർക്ക്. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് അംഗൻവാടി പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് പുട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുട്ട് വേണം എന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം. അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് മോനക്ക് പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു. തീ ഒരിത്തിരി ചൂട് കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലോണം തീ കുറച്ചിട്ട് വേണം. ഇത് വലിയ അടുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് ആവും. അപ്പോൾ നന്നായിട്ടത് ഒന്ന് നല്ലോണം വറവാവണ്ട, ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പൊടി ഒന്ന് വറവായി കിട്ടിയാൽ, ഇല്ലെങ്കിൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും, പെട്ടെന്ന് വേവില്ല. വറുത്തിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് എന്താ. അപ്പോൾ അംഗൻവാടി പൊടിയായിട്ട് ഇതുപോലെ കുട്ടികൾക്ക് പുട്ടുണ്ടാക്കി കൊടുത്തു നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതൊന്ന് ചൂടാറിയിട്ട് മെല്ലെ കുതിർത്ത് വെച്ചിട്ടോ. വെള്ളം ഏറെ ഇത് ഒരു പാകത്തിന് മെല്ലെ കുതിർക്കാവുള്ളൂ. മോളൂസ് ഇതിങ്ങനെ കാത്തിരിക്കുക, അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവളത് നോക്കിയിരിക്കുകയാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്നിട്ട്. അപ്പോൾ ലേശം ആവിലും അതിലേക്ക് ലേശം പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട്, തേങ്ങ അല്ലാത്തതുകൊണ്ട് അവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് അവിലും പഞ്ചസാരയും കൂടി, ഏലക്ക പൊടിച്ചതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുട്ടും കൂടെ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടോ, ഇതാ വെന്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ രണ്ടുപേരും കാത്തിരിക്കുകയാണ് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കുള്ളത് തന്നെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ 2 കുറ്റി പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഈ 2 കഷ്ണം കഴിക്കുള്ളൂ. കാണിക്കുന്ന ആക്രാന്തം പോലൊന്നും കഴിക്കില്ല. അപ്പോൾ അതേ കാക്കകൾ വന്ന് ഇരിപ്പുണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ. എങ്ങനെ നോക്കിയിരിക്കണം, അവർക്ക് വിശന്നിട്ടാണ്. കുറേ കാക്കകളുണ്ട് ഇവിടെ. അപ്പോൾ ആ കാക്ക ഒരു കമ്പ് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൂട് വെക്കാൻ കൊണ്ടുപോകാനാണ്.
അത് അത്രയും ബുദ്ധിമുട്ടിയാണ് റിസ്ക് എടുത്ത് അത് ഒടിച്ചുണ്ടാക്കുന്നത്. അവർ കൊക്കോണ്ടല്ലേ. അപ്പോൾ ഒരാൾ കഷ്ടപ്പെട്ട് എന്താക്കി ഒരു ഏണിങ്സൊക്കെ ഉണ്ടാക്കി ഒരു വീട് വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു വരുമ്പോൾ അതിൽ ചില എണ്ണം ഉണ്ടാവും നമ്മൾ പച്ചർച്ച തിന്നാൻ വേണ്ടിയിട്ട് അസൂയായിട്ട് നടക്കുന്നവർ. അവർ വന്ന് അത് താറുമാറാക്കും. അപ്പോൾ അങ്ങനെയൊരു സംഭവം നമ്മളെ ജീവിതത്തിലും ചെറുതായിട്ട് കടന്നു കൂടിയിട്ടോ. നമ്മൾ ഈ കട പരിചയപ്പെടുത്തിയ ഒരു ഡ്രൈവറുണ്ട്. ഇയാളില്ലേ ഇക്കാൻ്റെ വീട്ടിലേക്ക് ഓരോന്ന് വിളിച്ച് പറയുക, ഓരോന്ന് മോശം പറയുക, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇവിടെ ചുറ്റുവട്ടമുള്ള ആളുകളോട് അയാൾ എന്തൊക്കെയോ മോശമാണ് പറയുന്നേ, എന്തൊക്കെയോ പറഞ്ഞെടുക്കണ്ടേ. എൻ്റെ കല്യാണം 2 എണ്ണം കഴിഞ്ഞാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനത് പറഞ്ഞു. പക്ഷെ അത് മോശം രീതിയാക്കിയാണ്ട് പറയുന്നുണ്ട്. സാധാരണയാണ് ചിലപ്പോൾ പെൺകുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ കാക്ക അതിന് കൂടുണ്ടാക്കാൻ വേണ്ടി കമ്പ് ഒടിച്ചെടുത്ത് അത് നടുവ് മുറിച്ചോണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും എല്ലാ കാര്യത്തിനും നമ്മളൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുള്ളൂ. ജീവിതത്തിൽ പരീക്ഷണങ്ങളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പം അതുപോലെ മൃഗങ്ങളിലുണ്ട്. ആ കാക്ക അതിൻ്റെ ഇടയ്ക്ക് വന്ന് പ്രശ്നമാക്കി. ഇരിക്കുന്നു താഴെ, അതിൻ്റെ ഇതായിരിക്കുന്നു, ആ കാക്കയുണ്ടോ മേലത്തെ കമ്പിൽ കയറിയിരിക്കുന്നു, അതിൻ്റെ ആ കമ്പ് താഴെ പോയി. അപ്പോൾ അതിന് കൂടുണ്ടാക്കാൻ വേണ്ടി അതവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഒടിച്ച് എടുത്ത് നടുവ് മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും സ്ട്രെയിൻ ചെയ്തു. അത് നടുവ് മുറിക്കാൻ വേണ്ടിയിട്ട് കണ്ടതാണ് കൊത്തിയിട്ട്. അതില്ലാണ്ടാക്കി മറ്റേ കാക്ക വന്നിട്ട്. അപ്പോൾ ഇവരിലുണ്ട് ഇതുപോലെ. ഇതാണ് ടേസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാനിതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. എനിക്ക് വട്ടവടോന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ ചെറുതിലേ എനിക്ക് സഹോദരങ്ങളില്ലല്ലോ. കാക്കകളെയും പൂച്ചകളെയൊക്കെ ശ്രദ്ധിച്ച് അവരെന്ത് ചെയ്യുന്നു ശ്രദ്ധിച്ച്, കോഴീനെ ശ്രദ്ധിച്ച്, അങ്ങനെ പൂച്ചേനെ പൊന്നാരിച്ച് ഒക്കെ ജീവിച്ച ഒരാളാണ്. എനിക്കങ്ങനെ സഹജീവികളോട് വല്ലാത്തൊരു സ്നേഹവും അനുകമ്പയും ഇഷ്ടമാണ്. ആത്മാർത്ഥത കൂടുന്നതാണ് ഇതൊക്കെ. അതേ ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ കുളിപ്പിച്ചിറക്കി അംഗൻവാടി പോകാൻ. അപ്പോൾ മോള് കവറിൽ സാധനങ്ങൾ അപ്പോൾ അത് കൂടെ കൊടുന്നൊക്കെ വേണ്ടി പറഞ്ഞപ്പോൾ പിണങ്ങി. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിക്ക് ഇറങ്ങിപ്പോവാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല പ്രകൃതി ഭംഗി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കുന്നിൻ്റെ താഴ്വര കാണാൻ എന്തൊരഴക്. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കും, മനസ്സൊക്കെ ഒന്ന് ശാന്തമാവാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ കണ്ണോടിച്ച് ഒരു 5 നിമിഷം നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കി പ്രകൃതിയെ നിന്ന് ആസ്വദിച്ച് കാണുന്നത്. പടച്ചവൻ്റെ വരദാനല്ലേ, പടച്ചവൻ്റെ സൃഷ്ടി അത്ഭുതം തന്നെയാണ്. എല്ലാ സൃഷ്ടികളും ജീവജാലങ്ങളും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ ഒന്ന് കണ്ണുകൊണ്ട് അതിക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സിലു ചാനൽ അറിയാത്തവർ കുറവായിരിക്കും. പാലക്കാടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ എൻ്റെ FB പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അമ്മച്ചിയും അതിൻ്റെ സഹോദരനും, അവർക്ക് കിടക്കാനൊരു വീട് പോലുമില്ല. ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ചെറിയ കൊച്ചു വീഡിയോ. അപ്പോൾ അവിടെ ടെറസിൻ്റെ മുകളിൽ കടലാസ് പോകും. നല്ല ഭംഗിയാണല്ലേ. കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നാൽ മനസ്സൊക്കെ ഒന്ന് ശാന്തമാവും, മനസ്സിനെന്തോ ഒരു അയവ് വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ കൊച്ചു വീഡിയോ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കാണട്ടെ. നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും. ഹായ്.